ഹലോ ഗൈസ്, രജനീസ് വെള്ളിക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നോർത്ത് ഇന്ത്യൻ ഡിഷായ ബർബട്ടി ആലു ക സബ്ജിയെ. അതായത് നോർത്ത് ഇന്ത്യൻസ് മസാല കറിയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ബർബട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പച്ചപ്പയറും ഉരുളക്കിഴങ്ങും ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് പയർ ഒടിച്ച പോലെ തന്നെ ഈ ഉരുളക്കിഴങ്ങ് നീളത്തിൽ അരിഞ്ഞു വയ്ക്കാം. അത് കഴിഞ്ഞ് നമ്മൾക്ക് ഇതിലേക്കുള്ള മസാലകൾ തയ്യാറാക്കാം. നമ്മൾക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു വലിയ സബോള, 2-3 പച്ചമുളക്, 2-3 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചതിന് ശേഷം നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന എണ്ണ എന്താ വെച്ചാൽ അത് ഒഴിക്കാം. അതിൽ ഒരു 1/2 ടീസ്പൂൺ ജീരകം പൊട്ടിക്കാം. ജീരകം പൊട്ടിച്ച് കുറച്ച് സബോള കൂടി അതിനകത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സബോളയും പച്ചമുളകും കൂടിയിട്ട് ഒന്ന് വഴറ്റാം. ഒപ്പം ഒരു നുള്ളു ഉപ്പ് പൊടിയും കൂടി ഇടണം കേട്ടോ, അതിൽ നിറയെ ഉപ്പൊക്കെ പിടിക്കാനായിട്ടാണ്. അത് കഴിഞ്ഞ് വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി നമ്മൾ എടുത്ത് വെച്ച് ചതച്ചിട്ട് അത് നേരത്തെ ചേർത്തിട്ട് ചിലപ്പോൾ കരിഞ്ഞ് പിടിക്കാതിരിക്കാനാണ് ഞാൻ ഇപ്പോൾ ചേർക്കുന്നത് കേട്ടോ. അതിലേക്ക് വേണ്ട മസാലകൾ 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ആൻഡ് ഗരം മസാല, ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അതിലേക്ക് വേണ്ട ഉപ്പുപൊടി നമ്മൾ കുറച്ചല്ലേ നേരത്തെ ചേർത്തുള്ളൂ, പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് തട്ടിപ്പൊത്തി വെച്ച് നമ്മൾക്കൊരു പാത്രം കൊണ്ട് അടച്ചു വയ്ക്കാം. ഒരു 10 മിനിറ്റ് വരെ സിമ്മിൽ കിടന്ന് വേവട്ടെ. ഒരുപാട് വെന്ത് അലിയാനൊന്നും പാടില്ല കേട്ടോ. അപ്പോൾ എന്നിട്ട് പിന്നെ തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മസാല കറി റെഡി ആയിരിക്കുകയാണ്. അതിന് മീതെ ഒരു പിടി മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കാം. നമ്മളുടെ ബർബട്ടി ആലു ക സബ്ജി റെഡിയേ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയാൽ നമ്മൾ ബർബട്ടി പച്ചപ്പയർ കിട്ടുമ്പോഴൊക്കെ നമ്മൾ ഇതുപോലെ വയ്ക്കാൻ തോന്നും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഇനിയും കാണാം. ഓക്കെ, ബൈ.